ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 6 യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഗോൾസ് മൊത്തം 17 എണ്ണമുള്ളതാണ്. 17 എണ്ണമാണ് ഉള്ളത്. അതിൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം 6 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം ബെറ്റർ നിങ്ങൾ 17 എണ്ണവും പഠിച്ചു വെക്കുക. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് എഴുതാം. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, അങ്ങനെ പറഞ്ഞ് 17ാമത്തെ ആയിട്ട് വരുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. അത് വായിച്ച് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇതാണ് യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഗോൾസ്. ബാങ്ക് റപ്സി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഏതെങ്കിലും ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ഡിസ്കഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്, ഔട്ട്ലൈൻ ദി FFS അപ്രോച്ച്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ അബൌട്ട് ദി ട്രെയ്റ്റ്സ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറിന്റെ ട്രെയ്റ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അതിൽ മെയിൻലി ആദ്യമേ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ പോയിന്റ്സ് ആദ്യമേ സ്റ്റഡി ചെയ്യുക. പോയിന്റ്സ് ഇതാണ്: ഷുഡ് ബി ഇന്നോവേറ്റീവ്, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടാവണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാവണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ഒരു 1 സെന്റൻസ് ഓരോന്നിനും വേണ്ടി എഴുതുക. അപ്പോൾ ഓൺട്രപ്രണറിന്റെ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർ ആകാനുള്ള ഗുണങ്ങൾ, ഒരു ഓൺട്രപ്രണറിന് വേണ്ട ഗുണങ്ങളാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, കമ്പയർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഓൺട്രപ്രണർഷിപ്പ്. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ, അർബൻ എന്ന് പറയുന്നത് സിറ്റീസ്. അപ്പോൾ റൂറൽ ഓൺട്രപ്രണർഷിപ്പ് പറയുവാണെങ്കിൽ സിമ്പിൾ ഡയറക്റ്റ് ആണ്, ലൊക്കേറ്റഡ് ഇൻ വില്ലേജസ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വില്ലേജുകളിലെ പഞ്ചായത്തുകളൊക്കെ നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചറിൽ, ഹാൻഡിക്രാഫ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും കൂടുതൽ. ടെക്നോളജി, ഫിനാൻസ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളായിരിക്കത്തില്ല, സ്റ്റാർട്ടപ്പുകളായിരിക്കത്തില്ല ഇവിടെയുള്ള സംരംഭങ്ങളല്ല. ഓക്കെ, ഫോക്കസ് ഓൺ ലോക്കൽ റിസോഴ്സ് ആൻഡ് ലോക്കൽ മാർക്കറ്റ് നീഡ്സ്. അപ്പോൾ അതേസമയം അർബൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി സിറ്റീസ്. ഇപ്പോൾ എറണാകുളം ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഒത്തിരി ഇൻഡസ്ട്രീസും സർവീസ്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളായിരിക്കും ഉള്ളത്. ഓക്കെ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഉള്ളത്. അത് ടാർഗറ്റ് ചെയ്യുന്നത് ലാർജർ ആൻഡ് വൈഡർ മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിനകത്ത് കാണിക്കുക. അടുത്ത, എക്സ്പ്ലെയിൻ സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ആദ്യമേ തന്നെ സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസിത രാജ്യമാണ്, ഡെവലപ്മെന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ വളർച്ച വളരെ വേഗത്തിലുള്ളതായിരിക്കും. ഓക്കെ, അത് ഏതൊക്കെ മേഖലയിലാണെന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. എട്ടെക് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള സ്റ്റാർട്ടപ്പുകൾ, ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, ബാങ്കിങ് മേഖലയിലുള്ളത്, ഹെൽത്ത് മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ തന്നെ വേണമെങ്കിലും ആകാം. ഹെൽത്ത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആയാൽ തന്നെ അതൊരു സ്റ്റാർട്ടപ്പാണ്. ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ആപ്പോ വെബ് ആപ്പോ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അതൊരു സ്റ്റാർട്ടപ്പ് തന്നെയാണ്. ഇ കൊമേഴ്സ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയും മേഖലകളിലൊക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാനും വളരുവാനുള്ള സാധ്യത നമുക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യ ഏതൊക്കെ രീതിയിൽ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുക. ഗവൺമെന്റ് തന്നിരിക്കുന്ന ഫെസിലിറ്റീസ്, ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിഷ്യൽ ഫണ്ടിങ്, അതുപോലെ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. അതിൽ നിന്ന് ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. കൂടുതൽ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസും നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും ഗവൺമെന്റ് ഒരുക്കി തരുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഫണ്ടിങ് ഏജൻസിയും ഇൻവെസ്റ്റേഴ്സിനെയും ഗവൺമെന്റ് കണക്ട് ചെയ്ത് തരും. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രി സപ്പോർട്ട് ആൻഡ് മെന്റേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അത് ഇന്ത്യ ഗവൺമെന്റ് മൊത്തത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതാത് സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ KSUM, KDISC, TBI. ഓക്കെ, KSUM എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കേരള ഗവൺമെന്റ് നോഡൽ ഏജൻസിയാണ് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്.
ഡിസ്ക് എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലാണ്. കേരള ഗവൺമെന്റിന്റെ നേരിട്ട് കീഴിൽ വരുന്ന സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. ഇതുവഴിയാണ് YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, നിങ്ങൾ ഐഡിയ ഒക്കെ സബ്മിറ്റ് ചെയ്ത YIP എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഡിസ്ക് ആണ്. TBI എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. നമുക്ക് പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെതായതുണ്ട്, പ്രൈവറ്റ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഡിഫൈൻ ആൻഡ് ലിസ്റ്റ് ദി സ്റ്റേജസ് ഇൻ ഡിസൈൻ തിങ്കിങ്. നമ്മൾ ഡിസൈൻ സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ ഡിസൈൻ ചെയ്യുന്നു. അത് എന്തിനു വേണ്ടി അത് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്കൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഏത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ആ തോട്ട് പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ട് വേണം ആ പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടുവാൻ. ആ എല്ലാ സ്റ്റെപ്പ് ഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഡിസൈൻ തിങ്കിങ് യൂസർ സെൻട്രിക് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. യൂസർ സെൻട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. ഇപ്പോൾ സ്റ്റേജസ് പറയുകയാണെങ്കിൽ എംപതൈസ് ചെയ്യുക, ഡിസൈനർ സ്റ്റഡീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി നീഡ് ആൻഡ് പ്രോബ്ലം ഓഫ് ദി കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും. അതിനെ കൂടുതൽ കസ്റ്റമർ ആയിട്ട് നിന്ന് ചിന്തിച്ച്, ഇപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യമേ തന്നെ ചിന്തിച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും, എന്താണ് ശരിക്കുമുള്ള പ്രോബ്ലം എന്നുള്ളത്. ആ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് കുറച്ച് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോമിങ് അല്ലെ ക്രിയേറ്റീവ് തിങ്കിങ് വഴിയാണ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം ആയിട്ട് അതിനൊരു സൊല്യൂഷൻ ചിന്തിക്കുന്നു, പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാതെ. അതിലേതെങ്കിലും ചിലപ്പോൾ നല്ല സൊല്യൂഷനായിട്ട് വരാം. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം അതിന് പ്രോട്ടോടൈപ്പ് തയ്യാറാക്കുക. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോഡക്റ്റ് അല്ല, അതിന് തൊട്ട് മുമ്പ് നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് സ്റ്റേജ് എന്ന് വേണേൽ പറയാം. അതിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞത്. അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്യുക. ഇതാണ് ഇത്ര സ്റ്റേജസ് ആണ് ഡിസൈൻ തിങ്കിങ്ങിനുള്ളത്. എക്സ്പ്ലെയിൻ ബിസിനസ് മോഡൽ ക്യാൻവാസ് വിത്ത് ഡയഗ്രാം. ബിസിനസ് മോഡൽ ക്യാൻവാസ് അല്ലെ BMC എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി മാനേജ്മെന്റ് ടൂളാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഡിസ്ക്രൈബ് ചെയ്യുക, ഡിസൈൻ ആൻഡ് അനലൈസ് ചെയ്യുക ബിസിനസ് മോഡൽ. ഒരു ബിസിനസ് മോഡലിനെ പഠിക്കുവാനും അതിനെ കൂടുതൽ അനലൈസ് ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എലമെന്റ്സ് ഓഫ് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത് കീ പാർട്ട്നേഴ്സ്, കീ ആക്ടിവിറ്റീസ്, കീ റിസോഴ്സസ്, വാല്യൂ പ്രൊപ്പോസിഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ്, ചാനൽസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, കൂടുതലായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് മലയാളം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഡിസൈൻ ഒരു ബിസിനസ് മോഡൽ ആണ് ഏത് ക്യാൻവാസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ബിസിനസ് മോഡലിനെ അനലൈസ്, സ്ട്രാറ്റജി മാനേജ്മെന്റ് ടൂളാണ് ബിസിനസ് മോഡലിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിനൊരു ഫിഗർ നിങ്ങൾ എന്താണെങ്കിലും എക്സാമിന് വരയ്ക്കുന്നത് നന്നായിരിക്കും. ലിസ്റ്റ് ഔട്ട് മഹാത്മാഗാന്ധി ലിസ്റ്റ് ഓഫ് സോഷ്യൽ സിൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഫണ്ടിങ് മെത്തേഡ്സ് ഫോർ സ്റ്റാർട്ടപ്പ്. ഫണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ തന്നെ സേവിങ് ഫണ്ടുകൾ ഇറക്കുന്നു. നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫ്രണ്ട്സിൻ്റെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കളക്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇടുന്നതിനാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വെൽത്തുള്ള ഒരു ഇൻഡിവിജ്വൽ നമുക്ക് വേണ്ടി പേഴ്സണൽ മണി തരുവാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഫേം ആയിരിക്കും. അവര് വലിയ എമൗണ്ട് ഗ്രോത്തിന് വേണ്ടി, സ്റ്റാർട്ടപ്പ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, അതിന്റെ ഗ്രോത്തിന് വേണ്ടി വലിയ രീതിയിൽ എമൗണ്ട് തരുന്നതിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്ക് ലോണുകൾ നമുക്ക് കിട്ടും, ഗവൺമെന്റ് ഗ്രാന്റ് സ്കീമുകൾ വഴി നമുക്ക് ഫണ്ട് കിട്ടും, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെയേറെ ആൾക്കാരിൽ നിന്ന് ഒരു പ്രോജക്റ്റിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാനാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് എന്നാണ് സ്റ്റാർട്ടപ്പ് തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേജസ്. ഇത്രയും ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ഇന്നോവേഷൻ ഗ്രാൻഡ് ആൻഡ് പേറ്റന്റ് സപ്പോർട്ട് ബൈ KSUM എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇന്നോവേഷൻ ഗ്രാൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐഡിയ ഗ്രാൻഡ്, അതുപോലെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, സ്കെയിലപ്പ് ഗ്രാൻഡ് തുടങ്ങിയവ. പേറ്റന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയ പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് പ്രോസസ്സിംഗ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എമൗണ്ട് ഓഫ് ഫീസും അതുകൂടാതെ അതിനു വേണ്ടിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻ എല്ലാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അത് ആണ് പേറ്റന്റ് സപ്പോർട്ടിന്റെ കീഴിൽ വരുന്നത്. ലിസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓഫ് UN ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, 17 എണ്ണം ഉണ്ട്. ഇലിസ്ട്രേറ്റ് ദി സ്ട്രാറ്റജീസ് ഫോർ വാലിഡേറ്റിംഗ് ആൻ ഐഡിയ. നമ്മുടെ ഒരു ഐഡിയ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. അപ്പൊ ആദ്യമേ നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തും. എങ്ങനെ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമറിന്റെ ആവശ്യം എന്താണ്, ഡിമാൻഡ് എന്താണ്, ഓൾറെഡി ഇങ്ങനത്തെ പ്രോഡക്റ്റ് ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്നൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അതിനുശേഷം കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കും. കസ്റ്റമർ എന്ത് പറയുന്നു അത് സർവേ വഴിയോ ഡയറക്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. പ്രോഡക്റ്റ് ആകുന്നില്ല ഫസ്റ്റ് സ്റ്റേജ്. അതിനുശേഷം ഏകദേശം പ്രോഡക്റ്റിനോട് ഒരു 95% പ്രോഡക്റ്റിനോട് സാമ്യമുള്ള മിനിമം വയോൾ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. അത് എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, കസ്റ്റമറിന് കൊടുക്കുന്നു. അപ്പോഴും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടില്ല, ഒരു കുറച്ച് പേർക്ക് മാത്രമായി നമ്മൾ അത് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു, അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഫൈനൽ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇടുന്നത്. അത്രയും പ്രോസസ്സുകളാണ് ഐഡിയ വാലിഡേഷന് വേണ്ടിയുള്ളത്. എക്സ്പ്ലെയിൻ ബിസിനസ് എക്സിറ്റ് സ്ട്രാറ്റജി. ബിസിനസ് എക്സിറ്റ് സ്ട്രാറ്റജി വരുന്ന ആവശ്യകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നഷ്ടത്തിലാണ്. അങ്ങനെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് അവസാനിപ്പിക്കണം. അത് എങ്ങനെയൊക്കെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രായമായി, നമുക്ക് ഇനി ബിസിനസ് റൺ ചെയ്യാൻ പറ്റത്തില്ല, അത് മറ്റാരെയും കൊണ്ടെങ്കിൽ റൺ ചെയ്യിപ്പിക്കണം. ആ കേസിൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങുന്നതിനാണ് ബിസിനസ് എക്സിറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ ചെയ്യാം? മെർജർ ആൻഡ് അക്വിസിഷൻ. ഒരു ബിസിനസ് സോൾഡ് ചെയ്യാം, നമുക്ക് വിൽക്കാം വേറൊരു കമ്പനിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് IPO എന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ ഷെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് നമ്മൾ കീപ്പ് ചെയ്തിട്ട് ബാക്കി ഷെയർ ആയിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ സെല്ലിംഗ് ദി ബിസിനസ് മുഴുവനായിട്ട് തന്നെ മറ്റൊരു ഓർഗനൈസേഷനോ ഓണ്ടർപ്രണറിനോ കൊടുക്കുന്നു. മറ്റേത് മെർജർ ആൻഡ് അക്വിസിഷൻ ആണ്, വലിയൊരു കമ്പനിക്ക് കൊടുക്കുന്നതിനാണ്. ഇത് പൂർണ്ണമായും വേറൊരാൾക്ക്, വ്യക്തിക്ക് കൊടുക്കുന്നു. ഫാമിലി സക്സഷൻ, നമുക്കിപ്പോൾ പ്രായമായി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നതിനാണ് ഫാമിലി സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് ബൈഔട്ട്, എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ടീം ബൈസ് ആൻഡ് ടേക്ക് കൺട്രോൾ ഓഫ് ദി ബിസിനസ്. ഓക്കെ. പിന്നെ ലിക്വിഡേഷൻ, ബിസിനസ് ഈസ് ക്ലോസ്ഡ് ആൻഡ് അസറ്റ് ആർ സോൾഡ് ടു റീപേ ഡെപ്റ്റ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു, അതിന് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിന്റെ അസറ്റ് എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റഡ് ആയ ബിൽഡിങ്ങോ മിഷനറീസോ അങ്ങനത്തെ എന്തെങ്കിലും അതെല്ലാം വിറ്റ് കടം വീട്ടുന്നു, അതിനുവേണ്ടി അത് ഉപയോഗിക്കുന്നു. അടുത്ത് ഡിസ്ക്രൈബ് ദി പ്രൊസീജിയർ ഫോർ പേറ്റന്റ് രജിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അത് കറക്റ്റായിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള ഫണ്ട് കാര്യങ്ങൾ തരുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അത് നിങ്ങൾ 1 by 1 പോയിന്റ് ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി അതിന്റെ സിമ്പിൾ സ്റ്റെപ്പുകൾ പറഞ്ഞായിരുന്നു. പേറ്റന്റിന് കുറച്ച് ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ട്, ഫണ്ടുകൾ ആവശ്യമുണ്ട്. പേറ്റന്റ് തന്നെ ഇന്ത്യ ഗവൺമെന്റ് പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ വേൾഡ് വൈഡ് പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. കൺട്രി ബേസ്ഡ് പേറ്റന്റ്, US പേറ്റന്റിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രോസസ്സിങ് ഫീസും കാര്യങ്ങളും എല്ലാം കൂടുതലാകും, താമസങ്ങളൊക്കെ അതിന് വരാം. ഓക്കെ, ആ സ്റ്റെപ്പുകൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നന്നായിരിക്കും. അടുത്ത എക്സ്പ്ലെയിൻ IEDC ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. KTIZ, കേരള ടെക്നോളജി ഇന്നോവേഷൻ സോൺ. അത് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് സെക്ടേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സോൺ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അത് സ്പെസിഫിക്കലി ടു ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി ആൻഡ് എമർജിംഗ് ഏരിയാസിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ്. ഓക്കെ, അതിനാണ് KTIZ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. അടുത്തത് ഫാബ് ലാബ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പ് കാര്യങ്ങളെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഫെസിലിറ്റീസ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ 3D പ്രിന്റേഴ്സ് ഉണ്ട്, ലേസർ കട്ടർ ഉണ്ട്, അതുപോലെ CNC മെഷീൻസ്, അങ്ങനെ ബേസിക് ആയിട്ടൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ മെഷീനറീസും ഗവൺമെന്റ് ഓപ്പൺ ആക്കി കൊടുത്തേക്കുവാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഡിസ്ക്രൈബ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻക്യുബേഷൻ സപ്പോർട്ട്, ബേസിക് ഫണ്ടിങ്, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളത്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ലിസ്റ്റ് ഗാന്ധിജീസ് കൺസെപ്റ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആദ്യമേ പോയിന്റ് പഠിക്കുക. സിംപ്ലിസിറ്റി, ലോക്കലിസം, സസ്റ്റൈനബിലിറ്റി, അക്സസിബിലിറ്റി, കൾച്ചറൽ അപ്രോപ്രിയേറ്റ്നെസ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ഹ്യൂമൻ സെൻട്രിക് ഡിസൈൻ. അപ്പൊ ആദ്യമേ ആ പോയിന്റുകളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ പറ്റും. 1-2 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. സിംപ്ലിസിറ്റി, emphasize the use of simple and uncomplicated technology that can be easily understood and adopted by common person. അപ്പൊ എന്ത് ചെയ്യണം? ഗാന്ധിജിയിലെ അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിരിക്കണം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി.
അതാണ് സിംപ്ലിസിറ്റി. ലോക്കലിസം എന്താണ്? പ്രൊമോട്ട് യൂസ് ടെക്നോളജി ദാറ്റ് ഈസ് സൂട്ടഡ് ടു ദി ലോക്കൽ എൻവയോൺമെന്റ് ആൻഡ് റിസോഴ്സസ്, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതാത് മേഖലയ്ക്ക് ഒരേ പ്രോബ്ലത്തിന് പല സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഹൈ റേഞ്ചിൽ പ്രോബ്ലത്തിന് അതിൻ്റെതായ സൊല്യൂഷൻ ഇവിടുന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരു കോമൺ വേൾഡ് വൈഡ് സൊല്യൂഷനേക്കാളും ഈ ലൊക്കാലിറ്റിക്ക് പറ്റിയ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനെയാണ് ലോക്കലിസം എന്ന് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. ആ തരത്തിൽ വേണം ഏത് ടെക്നോളജിയും അഡോപ്റ്റ് ചെയ്യാൻ. അതാണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഏതെന്ന് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അങ്ങനെ 7 പോയിന്റ് ഉണ്ട്, അത് കൂടുതലായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, സമ്മറൈസ് കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി 4 ആൻഡ് 9 പില്ലേഴ്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടെ പറയുവാണെങ്കിൽ, ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്, ഓട്ടോണമസ് റോബോട്ട്, ഓട്ടോമേഷൻ യൂസിങ് എ റോബോട്ട്, പിന്നെ സിമുലേഷൻ. നമ്മൾ ആക്ച്വലി ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിൽ അത് സിമുലേറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കുന്നു. അതുപോലെ IoT, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിങ്ങിന് തന്നെ പറയുന്നതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇതെല്ലാം റീസെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്. ആ 9 പില്ലേഴ്സ്, ഈ പില്ലറിലാണ് ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഇതിലെല്ലാം AI ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രി 5ലേക്ക് വരുമ്പം 5 ഇപ്പൊ 4ലാണെങ്കിലും 5ൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുവാണ്. 5 എന്ന് പറഞ്ഞാൽ മെയിൻലി AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. അതാണ് ഇൻഡസ്ട്രി 5 എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദി ട്രേറ്റ്സ് ഓഫ് ഓണ്ടർപ്രണർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓണ്ടർപ്രണർ ആവേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടാവണം, ഇന്നോവേഷൻ ഉണ്ടാവണം, ഒരു വിഷൻ, ഒരു പ്ലാൻ ഉണ്ടാവണം, പെർസിസ്റ്റൻസ്, നമുക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റണം എത്ര സിറ്റുവേഷൻ വന്നാലും. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, പെട്ടെന്ന് കൊറോണ വന്നു, അപ്പോൾ അന്നേരം നിർത്തി പോകുന്നതിന് പകരം അത് പിടിച്ചു നിർത്തി, കൊറോണ മാറുന്നവരെ പിടിച്ചു നിർത്തി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നെറ്റ്വർക്ക് സ്കില്ല്, മറ്റുള്ള ഒരു മാർക്കറ്റ് കണ്ടെത്താൻ പറ്റണം. പാഷൻ ആയിരിക്കണം. പാഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഓണ്ടർപ്രണർ ആകാൻ കഴിയത്തില്ല. കാരണം അത് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഒത്തിരി നൂലാമാലകളുണ്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന്. അതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ആ പാഷൻ ഉണ്ടാവണം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഫണ്ടിങ് മെത്തേഡ്സ് ഫോർ സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ. സെൽഫ് ഫണ്ടിങ്, ക്രൗഡ് ഫണ്ടിങ്, സീഡ് ഫണ്ടിങ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വെഞ്ചർ, ഏഞ്ചൽ ഫണ്ടിങ്, പേഴ്സണൽ നെറ്റ്വർക്കിംഗ് വഴിയുള്ള ഫണ്ടിങ്. അത് കറക്റ്റായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നോക്കുക. 7 ഡെവലപ്മെന്റ് ഗോൾസ് ഓഫ് UN, ഏതെങ്കിലും 7 എഴുതുക, മൊത്തം 17 ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സ്പ്ലെയിൻ കമ്പോണൻസ് ഓഫ് ബിസിനസ് മോഡൽ ക്യാൻവാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓണർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് എക്സിറ്റ് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ നിങ്ങൾ പഠിക്കുക. ഡിഫൈൻ സ്റ്റേജസ് ഓഫ് ഡിസൈൻ തിങ്കിങ്, എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ തിങ്കിങ് വരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്.